വിനു, കം. ഒരു മനോരോഗിയെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അയാൾക്ക് രോഗമുണ്ടോ ഇല്ലയെന്ന് ഞങ്ങൾ കൂടി ബോധ്യമുണ്ട്. ആരെങ്കിലും കൊണ്ടുവന്ന് വട്ടാണെന്ന് പറഞ്ഞ് അകത്തിടുന്നത് ശരിയല്ലല്ലോ. നിങ്ങളെ കൊണ്ടുവന്നവർ പറഞ്ഞു നിങ്ങൾക്ക് ഭ്രാന്താണെന്ന്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് വട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും എല്ലാ വട്ടന്മാരും അങ്ങനെയാണ് പറയുന്നത്. 10 വിഡ്ഢികളുടെ മുമ്പിൽ ഒരു ബുദ്ധിമാന് എന്ത് സ്ഥാനമാണുള്ളത്? അതാണ് സത്യം പറഞ്ഞാൽ എന്റെ സ്ഥിതി. എന്റെ വീട്ടുകാർ എന്നെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു എനിക്ക് വട്ടാണെന്ന്. നിങ്ങൾ വിശ്വസിച്ചു. സപ്പോസ് ഞാൻ പറയുന്നു എനിക്ക് വട്ടില്ല എന്നും അവർക്ക് വട്ടാണെന്നും, നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. കാരണം മെജോറിറ്റി പറയുന്നതാണല്ലോ ശരി. പക്ഷെ ഒന്ന് ആലോചിക്കണം, മെജോറിറ്റി പറയുന്നത് തെറ്റാണെന്ന് ഈ നാട്ടിലെ മന്ത്രിമാർ വരെ വ്യക്തമായി തെളിയിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മെജോറിറ്റി പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കരുത്. നിങ്ങൾക്ക് ഞാൻ ഭ്രാന്തനാണെന്ന് തോന്നുന്നെങ്കിൽ ഞാൻ ഇവിടെ കിടക്കാം, ഇല്ലെങ്കിൽ ഞാൻ പോവാം. ഓക്കെ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? സത്യം പറഞ്ഞാൽ എനിക്കൊന്നും തോന്നുന്നില്ല. ഒരു മോഡേൺ പെയിന്റിംഗ് എന്ന് പറയാം. നിങ്ങൾ ഇതിനെ എന്ത് വിളിക്കും? ഒരു ചിത്രകാരന്റെ തോന്നിവാസം എന്ന് വിളിക്കാം. എന്നെ പോലൊരു സാധാരണക്കാരൻ. പിന്നെ കലാകാരന്റെ വ്യൂ പോയിന്റിൽ അത്യുന്നതയുടെ അപാര നീലിമ എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പറയാം എനിക്ക് ഭ്രാന്താണെന്ന്. അതെ, കറക്റ്റ് അല്ലേ? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തെങ്കിലും രൂപം കാണുന്നുണ്ടോ? എനിക്കൊന്നും തോന്നുന്നില്ല. ഇനി സൂക്ഷിച്ച് എന്നെ കൊണ്ട് നോക്കിപ്പിച്ചാ വേണമെങ്കിൽ പലതും പറയാം. മേഘങ്ങൾ ചിലപ്പോൾ പട്ടിയുടെയും പൂച്ചയുടെയും രൂപത്തിലാവുന്ന പോലെ. ഒന്ന് ചോദിച്ചോട്ടോ ഡോക്ടർ, നിങ്ങൾ ഇവിടെ വരുന്നവരെ ഭ്രാന്ത് പിടിപ്പിക്കാറുണ്ടോ? സോറി, ഇതൊക്കെ ഞങ്ങളുടെ ഓരോ ടെസ്റ്റുകളാണ്. ഈ ചിത്രം നോക്കി ഒരു കഥ പറയാമോ? ടെസ്റ്റ് അല്ലേ, പറയാം. എനിക്ക് ഭ്രാന്തില്ലാന്ന് തെളിയിക്കേണ്ടത് എന്റെ മാത്രം ആവശ്യമാണല്ലോ ഇപ്പോഴ്. What do you mean, doctor? ഞങ്ങൾക്ക് അയാളിൽ ഒരു തകരാറും കാണാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ അഡ്മിറ്റ് ചെയ്യും? എന്താണ് അയാളുടെ അസുഖം? ഞാൻ അവന്റെ ജ്യേഷ്ഠനാണ്, എനിക്കറിയാം. ഹീസ് മാഡ്. കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്ടർ രവീന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട്. ഹി ടോൾഡ് മീ ടു ബ്രിങ് ഹിം. ബട്ട് ഹി ഈസ് നോട്ട്. കുഴപ്പമൊന്നുമില്ല, കത്തിക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. ഇവിടെ 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 അല്ല സാറേ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു അതിരില്ലേ? കുറെ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു നോക്കി. എന്റെ അവിടെ ഇവിടെ ഇവിടെയൊക്കെയല്ലേ വന്നിരിക്കുന്നത് അവന്റെ അപ്പ സമ്പാദിച്ച സ്ഥലം പോലെ. ആര്? ഈച്ച, ചതഞ്ഞടിഞ്ഞു കിടക്കുന്ന ഈച്ച, പന്ന റാസ്കൽ. നമ്മുടെ നാട് കളി. യു അല്ല സാറേ, നമ്മളെ കാര്യം എന്തായി? സാറിന് എന്ത് തോന്നുന്നു? മാഡ് ഓർ നോട്ട്? മാഡ് ഓർ നോട്ട്? അഡ്മിറ്റ് ചെയ്യും.